വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തോമുവിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് നല്ല കരച്ചിലും വാശിയും ഒക്കെ ആയിരുന്നു. എനിക്ക് ബാവൻസിൽ പോകണ്ട, എനിക്ക് ഫസ്റ്റ് സ്കൂളിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കാറിൽ കയറി നമ്മുടെ ബാവൻസ് ക്രോസ് ചെയ്തപ്പോൾ അവനൊരു സംശയം, ഇനി ബാവൻസിൽ പോകണില്ലെന്ന്. പിന്നെ ആൾ ഓക്കെ ആയിട്ടോ. നമ്മൾ നേരെ പള്ളിയിലോട്ട് പോയി പ്രാർത്ഥിച്ചു. അപ്പോൾ അവന് ബെൽറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. അതാണൊരു ഒരു ഫുൾഫില്ലായിട്ട് തോന്നാത്തത്. അങ്ങനെ ഈ ഒരു ഗ്രോട്ടോ ഞങ്ങളുടെ ഒരു ലൈഫിലെ ഒരു മോസ്റ്റ് വാണ്ടഡ് ഗ്രോട്ടോ ആണ് കേട്ടോ. എന്താ പറയുക, ഞങ്ങളുടെ ലൈഫ് ബിഗിൻ ചെയ്യുന്നത് ഞങ്ങൾ ഈ ഒരു ഗ്രോട്ടോയിൽ നിന്നാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് കല്യാണം. അപ്പോൾ ദേ മോനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഫസ്റ്റ് പോണേൻ്റെ ഒരു ഇത് കാണിക്കാനായിട്ട്. അപ്പം പറയണ്ടേ, സ്കൂളിൽ പോവാണ്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് കുട ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തൊരു കുടയാണ് കേട്ടോ. അപ്പോൾ അത് അവന് ഫസ്റ്റ് ഡേ തന്നെ അത് യൂസ് ചെയ്യാൻ പറ്റി. ചെറിയ ചാറ്റമഴയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇതേ നമ്മുടെ അച്ഛൻ വികാരി അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയി സ്തുതിയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, അവൻ ആദ്യമായിട്ട് സ്കൂളിൽ പോണ ഡേ ആണ്. വളരെ ഗുഡ് ബോയ് ആയിട്ട് അവൻ നിന്ന് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചു. എനിക്കത് അവനെ സംബന്ധിച്ച് അവനതൊന്നും എന്താ പറയുക, പെട്ടെന്ന് അവന് ഇഷ്ടമാവാത്തൊരു കാര്യമാണ്. പക്ഷെ വളരെ കോപ്പറേറ്റീവായിട്ട് നിന്നു. അങ്ങനെ ഒരാളോട് പറയാണ്ട് നമുക്ക് ഒട്ടും പോകാൻ പറ്റില്ല നമ്മുടെ കെസ്സിൻ്റെ അടുത്ത്. അപ്പോൾ കെസ്സിന് അല്ലെങ്കിൽ സങ്കടമാവില്ലേ. അപ്പോൾ കെസ്സും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കെസ്സും ഒന്നിച്ച് സ്കൂളിൽ പോകേണ്ട ആളാണ്. അങ്ങനെ ഞങ്ങളിതേ അവനോട് ബൈ ബൈ പറയാനായിട്ട് പോവാണ്. അതായത് സ്കൂളിൽ പോവാണ്, പ്രാർത്ഥിക്കണം, ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊക്കെ പറയാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. അപ്പം അവൻ നോക്കുകയാണ്, മൊത്തം പൂവാണല്ലോ, എന്താ അമ്മ ഇതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഓൾറെഡി അവിടുത്തെ ചേട്ടൻ പൂ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോമ്പ് ചോദിക്കുന്നത് ആരാ പൂ വെച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും അവനവിടെ ഉറങ്ങണ ഒരാളാണ്. രണ്ട് പിള്ളേർക്കും അവനവിടെ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവനോട് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ കെസിനോട് ഇതേ പറഞ്ഞ് ഞാൻ പോവാണ്, സ്കൂളിൽ പോവാണ്, പ്രാർത്ഥിക്കണം, വാശി പിടിക്കാണ്ടിരിക്കാനൊക്കെ പ്രാർത്ഥിച്ചോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശേഷം പറഞ്ഞാൽ അവനും ആഗ്രഹിക്കുന്നുണ്ടാവും, ഇവരൊക്കെ സ്കൂളിൽ പോവാണ്, അപ്പോൾ ഞാനുണ്ടായിരുന്നെങ്കിൽ എനിക്കും പോവായിരുന്നു ഒക്കെ അവൻ്റെ ഉള്ളിലും എവിടെയെങ്കിലും ഇരുന്ന് അവൻ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവന് ഉമ്മയൊക്കെ കൊടുത്ത് പോവാണ് കേട്ടോ. അപ്പോൾ തോമു പൂവാണ് മൊത്തത്തിൽ വീക്ഷിക്കുന്നത്. അങ്ങനെ അവനോട് പറഞ്ഞ് അവനോട് ടാറ്റ ബൈ പറഞ്ഞ് നേരെ സ്കൂളിൽ പോയി. അപ്പോൾ ഇവർക്ക് മെയിൻ എൻട്രൻസിൽ കൂടെ അല്ല, അവർക്ക് ബാക്ക് സൈഡിലാണ് കേട്ടോ വരുന്നത്. അവിടെ ചെന്നപ്പോൾ ഒന്ന് ഓക്കെ ആയി. ഇവർക്ക് സെപ്റ്റംബർ വരെ ഷൂസ് അല്ല, സ്റ്റാൻഡൽസ് ആണ്. കാരണം മഴയൊക്കെ അല്ലേ, ഷൂസൊക്കെ ഇട്ടാൽ ആകെ ഇതാവും. അപ്പോൾ ഇങ്ങനൊരു ഏരിയ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇഗ്ലൂ ഒക്കെ ഉണ്ട് പാർക്കായിട്ട്. അങ്ങനെ ഞങ്ങൾ ദേ നേരെ പോവാണ്. അപ്പോൾ പിള്ളേരുടെ എല്ലാം പേരൻസും കാര്യങ്ങളുമായിട്ട് ഇന്ന് നമുക്ക് ക്ലാസ്സിൽ കയറി ഇരിക്കാം, കാരണം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തരാനുണ്ടെന്ന് പറഞ്ഞു. പാർക്കൊക്കെ ഇനി മൺഡേ തൊട്ട് ആക്റ്റീവ് ആവുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ടീച്ചേഴ്സൊക്കെ വെൽക്കം ചെയ്യാൻ ഇവർക്ക് സ്കൂളിൽ ഗുഡ് മോർണിങ്ങിനേക്കാളും ഇമ്പോർട്ടൻസ് നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തോമുനെ നിർത്തി വർത്താനമൊക്കെ അല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ഇതേപ്പം ഇതാണ് അവരുടെ മെയിൻ ഇൻചാർജ് കേട്ടോ. അപ്പം ഹായ് ഒക്കെ പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവൻ കരഞ്ഞ് നിലവിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ വളരെ കോപ്പറേറ്റീവായിട്ട് അവൻ നിന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു ഏരിയ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ കുറച്ച് പാരൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഡോൺ ചാറിനെ സംബന്ധിച്ച് ഡോൺ ചാറിന് ഇന്നലെ തൊട്ട് ഭയങ്കര ഇമോഷണലാണ്. എനിക്ക് സങ്കടമാവും. അവൻ എന്നോട് പറയാണ് പോകണ്ട, എനിക്ക് കരച്ചിൽ വരും. നിങ്ങൾ ഡോൺ ചാറിനെ ഏകദേശം നിങ്ങൾക്ക് ഒരു ഡിമ്മളിലെ ക്യുവാൻ്റെയോട് കൂടി മനസ്സിലായിട്ടുണ്ടാവും. അത്രയ്ക്കും സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ആളാണ് കേട്ടോ. ഭയങ്കര ഇമോഷൻസും ഒക്കെ ഉള്ള ഒരാളാണ്, പക്ഷെ ഒന്നും പുറത്ത് കാണിക്കില്ല. നമ്മുടെ കയ്യിൽ നിന്ന് പോണ നിമിഷമാണ് ആൾക്കത് ഭയങ്കര ഒരു തീരാ നൊമ്പരം എന്നൊക്കെ പറയണ ഒരു ഇതല്ലേ. അപ്പോൾ തോമുവിനെ സംബന്ധിച്ച് ഡോൺ ചാണ്ടിന് ഒരു സ്പെഷ്യൽ കിഡാണ്. ഡോൺ ചാണ്ടിൻ്റെ എല്ലാമാണ് തോമു. അപ്പോൾ അവന് കരഞ്ഞ ഒക്കെ അവന് സങ്കടമാണ്. അപ്പോൾ തോമുവിനെ ഞാൻ ഇപ്പോഴാണ് കേട്ടോ ബുക്സ് കാണിച്ചത്. നേരത്തെ കാണിച്ചാൽ അതിന് ഓപ്പറേഷൻ ചെയ്യും. തോമുവിന് ഈ സെയിം കാറ്റഗറിയിലുള്ള ഒരു ബുക്കായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്കൂളിലും ഉണ്ടായിരുന്നത്. സോ അവൻ വളരെ കെയർഫുള്ളി റിമോൾ മാം പറഞ്ഞിട്ടുണ്ട്, കെയർഫുള്ളായിട്ട് ബുക്ക് തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 റൈറ്റിംഗ് ബുക്കുണ്ട്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സും ലോവർ കേസും വരുന്ന ബുക്സാണ് കേട്ടോ അവർക്കുള്ളത്. അപ്പോൾ അതേ പിള്ളേരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആരും തന്നെ കരഞ്ഞില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ അമ്മമാരുടെ ഒക്കത്ത് അപ്പന്മാരുടെ ഒക്കത്തൊക്കെ ആയിരുന്നെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായില്ല. ഞാനൊക്കെ ഓർക്കാൻ വയ്യ, കരഞ്ഞ് നിലവിളിച്ച് ആ ക്ലാസ് എന്നല്ല സ്കൂൾ മൊത്തം. ഞാനൊരു ചെക്കനാണ് കരഞ്ഞ് ഫുള്ള്. കാരണം എല്ലാവരും ക്ലാസ്സിൽ കയറി കുറച്ച് അന്ന് 50 പേരാണ് ഒരു ക്ലാസ്സിൽ.
കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും സെറ്റായെങ്കിലും ഞാനും ഒരു കുട്ടിയും അങ്ങ് കരച്ചിൽ തുടങ്ങി. തിരിച്ചു വന്ന് അമ്മയുടെ നിന്ന് നല്ലൊരു ഡോസ് കിട്ടി, മേലൊക്കെ കരഞ്ഞ് പോരുന്നു പറഞ്ഞു. പിന്നെ കരഞ്ഞിട്ടില്ല കേട്ടോ അങ്ങോട്ടുള്ള യാത്രയിൽ. അപ്പോൾ അതേ അപ്പയും മോനും ഞാൻ ഏറ്റവും കൂടുതൽ വീക്ഷിച്ചത് ഡോൺ ചേട്ടനെയാണ്. ഡോൺ ചേട്ടൻ്റെ കണ്ണിൽ ഒരു എക്സൈറ്റ്മെൻറ്റ്, സങ്കടം ഒക്കെയുള്ളൊരു കുറേ ഇമോഷൻസ് ഉള്ള ഒരു ഡേ ആയിരുന്നു. എനിക്ക് വിഷമമില്ലെന്നല്ല, വിഷമമുണ്ട്. പക്ഷേ പിള്ളേർ സ്കൂളിൽ പോകണം, പഠിക്കണം, വലുതാവണം, അത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പോലെയാണല്ലോ. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സ്കൂളിൽ പോയ ഫസ്റ്റ് ഡേ ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് ഒരു സ്കൂളിലല്ല, ബബിൾസിൽ പോയ ഫസ്റ്റ് ഡേ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെറ്റായേ പറ്റുള്ളൂ. നമ്മൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിലും അവനെ അത് കാണിച്ചാൽ അവൻ അതൊരു സപ്പോർട്ട്. അതും നിങ്ങളും കരയാം, എന്നാൽ പിന്നെ ഞാനും കരയാം. അങ്ങനെ അതേ തോമും അപ്പയും ബുക്സൊക്കെ കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർക്ക് സിംഗിൾ സിറ്റിംഗ് ആണ് കേട്ടോ വരുന്നത്. ഒരാൾ ഒരു ബെഞ്ചിലിരിക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ്. അതെന്തായാലും നന്നായി, ഇല്ലെങ്കിൽ ചൊറിയലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നു. ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഡ്രസ്സ്, ഇന്നേഴ്സൊക്കെ വെക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇരുന്ന് ID കാർഡ് കിട്ടി. ID കാർഡ് ഞാൻ കാണിക്കേണ്ട, അവൻ്റെ ബാഗിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഇറിറ്റേഷൻ, ID കാർഡ് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അത് ഇനിയും ഇട്ടിട്ട് യൂസ് ചെയ്യാം. നമ്മൾ പിള്ളേരെ ഒന്നും ഇത്രയും നാൾ അവൻ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോയെങ്കിൽ ഇനി അങ്ങോട്ട് യൂണിഫോമാണ്, ഒരു കണക്കിന് നല്ലതാണ്. അപ്പോൾ നമ്മൾ ബുക്സ് റിട്ടേൺ ചെയ്യണമായിരുന്നു. റീഡർ മാത്രം നമ്മുടെ കയ്യിൽ വെക്കുക, വർക്ക് ബുക്ക് അവിടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് ID കാർഡും സാധനങ്ങളും കളക്ട് ചെയ്യുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ ബിന്ദു മാം വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിന്ദു മാം എന്നല്ല, അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പിള്ളേരോട് ബിഹേവ് ചെയ്യും ഒക്കെ ചെയ്യുന്നത് പിള്ളേർക്കൊന്നും കൂടെ സന്തോഷമാവുകയുള്ളൂ. അപ്പോൾ തോമുനും മാമിനെ കാണുമ്പോൾ ഭയങ്കര ഡീസൻ്റാണ്. നമ്മളോട് വീട്ടിൽ പോവാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അപ്പോൾ അവർക്ക് വെൽക്കം ചെയ്യാനായിട്ട് പെൻസിൽ, അതുപോലെ സ്വീറ്റ്, അതായത് പേട കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് അല്ല, പേട, പിന്നെ ID കാർഡ് ഒക്കെ ആയിട്ട് സെറ്റായിട്ടാവും. എനിക്കെന്തോ മാമിനെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫേസുള്ള ആൾ, എപ്പോഴും ഒരു ചെറിയ ചിരി ഫേസിൽ. ഇനി ഫേസിൽ ഫിക്സ്ഡ് ആണോ എന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാവരും വളരെ, ഇത് അവൻ്റെ ക്ലാസ്സിലെ എക്സ്ട്രാ ഉള്ള ടീച്ചറാണ് കേട്ടോ. അവരെ പിള്ളേർ ഇത്രയും പിള്ളേരെ മേയ്ക്കേണ്ട. പിന്നെ അവൻ്റെ ഫസ്റ്റ് സ്കൂളിലുള്ള 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ. സമ്മർ ക്യാമ്പിന് അവരൊന്നിച്ചായിരുന്നു. അങ്ങനെ ഒരു 1 hour നമ്മളവിടെ ഇരുന്ന് നമുക്ക് തരാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അവർ തന്നു. അത് കേട്ട് നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കിനും തോന്നും ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഓക്കെ ആയി. ഇറങ്ങണ വരെ നമുക്കായാലും പുതിയൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ അവൻ്റെ മനസ്സിലും അതുണ്ടായിരുന്നു. പാച്ചു വളരെ ഹാപ്പി ആയിട്ട് പോയെന്ന് മമ്മി പറഞ്ഞു. അപ്പം ഇനി തോന്നും ഇനി ഒരു 1 week കാണും. ഫസ്റ്റ് സ്കൂളിലായാലും അവനൊരു 2-3 weeks എടുത്തു അവൻ അതുമായിട്ടൊന്ന് സെറ്റായി വരാൻ. അപ്പം മേരിമാ പറയും അവൻ സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും പിന്നെ വളരെ ഹാപ്പി ആക്കി ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും സഹകരിക്കും, അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. തോമനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ക്വാളിറ്റി ഞാൻ കാണുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ അവൻ റെഡിയാണ് പുറത്ത് പോയാൽ. അങ്ങനെ അതേ മാം എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിടുകയാണ്. അപ്പം എല്ലാവരോടും വളരെ കോപ്പറേറ്റീവായിട്ട് വർത്തമാനം പറഞ്ഞ്, അപ്പം ഓർണമെൻറ്റ്സ് ഒന്നും ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരായാലും പെൺപിള്ളേർ കുഞ്ഞ് സ്റ്റഡ് ഇടുക, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ വിടുന്നത്. അപ്പോൾ തോമു വിസിലടിച്ച് തുടങ്ങി അവിടെ കോടയിൽ. അപ്പോൾ മാം പറഞ്ഞു വിസിലൊന്ന് ഊരി വെച്ചിട്ട് വന്നോളൂ, അല്ലെങ്കിൽ പിള്ളേർ കോടയിലൊക്കെ പണിത് റെഡിയാക്കും. അങ്ങനെ മാമിൻ്റെ പേര് ബിന്ദു എന്നാണ് കേട്ടോ, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ മാം യാത്രയൊക്കെ പറഞ്ഞപ്പോൾ തോമിനോട് പറഞ്ഞു കൊടയിലെ വിസിൽ ഊരിയിട്ട് വന്നോളൂ എന്ന്. ഇതാണ് കേട്ടോ അവരുടെ അസംബ്ലി നടക്കുന്ന സ്ഥലം. അപ്പോൾ രാവിലെ ഒരു 8:50 അവനെ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യണം, അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 12:30 ആകുമ്പോൾ ക്ലാസ് കഴിയും. സാറ്റർഡേയ്സിൽ ക്ലാസ് ഇല്ല. ആസ് യൂഷ്വൽ ആസ് ലൈക്ക് ഫസ്റ്റ് സ്കൂൾ. അവനവിടെ 10 മണിക്കാണ് പോയിരുന്നെങ്കിൽ ഇവിടെ 9 മണിക്ക് പോണു. 1:30 വന്നിരുന്നെങ്കിൽ ഇവിടെ 12:30 തിരിച്ചു വരുന്നു. അങ്ങനെയാണ്. എൻ്റെ ലൈഫിൽ ഒരു മാറ്റവും ഇല്ല. ആസ് യൂഷ്വൽ സെയിം റൊട്ടീനിൽ ഇനി പോണു, അത്ര തന്നെ. അപ്പോൾ അതേ നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വേഗം വീട്ടിൽ പോവാണ്, കാരണം ചാക്കോച്ചൻ അമ്മയുടെ കൂടെ വീട്ടിലുണ്ട്. അമ്മയുടെ സെറ്റാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താ 2 ദിവസമായിട്ട് വീഡിയോസ് ഇടാത്തതെന്ന്. നമ്മൾ സൺഡേ നല്ല പരിപാടിയായിരുന്നു വീട്ടിൽ. അപ്പോൾ മമ്മി ഓൾറെഡി വീഡിയോ എടുത്തതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് 2 days വീഡിയോ ഇല്ലാതിരുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഫസ്റ്റ് ഡേ കംപ്ലീറ്റ് ചെയ്തു. രാവിലെ കുറച്ച് സീൻസൊക്കെ ഉണ്ടായെങ്കിലും ആസ് യൂഷ്വൽ എല്ലാവരുടെ വീട്ടിലും കുഞ്ഞുമക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമായിരുന്നു.
യൂണിഫോമൊക്കെ ഇട്ടത് പിടിച്ച് വലിച്ച് കെട്ടിയിട്ടിട്ടാണ് ഇട്ടത്. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഓക്കെ. ആൾക്ക് വ്ളോഗ് എടുക്കുന്നതൊന്നും ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് കേട്ടോ. ഒട്ടും അവന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് വ്ളോഗിങ്, ഫോട്ടോ ഒക്കെ. നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞ് ഡൈവേർട്ട് ചെയ്തിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുക. അപ്പോൾ സ്കൂളിൽ പോയ പിള്ളേർക്കും സ്കൂളിൽ പോകാം. എനിക്കൊന്ന് KG സെക്ഷനൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത് കുറേ പേര് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ അതിൻ്റെ വിഷയമാണ് കേട്ടോ. ഹാപ്പി ആയിട്ട് പോവുക, അപ്പയും അമ്മയും പറയണൊക്കെ കേൾക്കുക, ഭക്ഷണം കഴിക്കുക ഒക്കെ ഹാപ്പി ആയിട്ട്. മഴയാണ്, സൂക്ഷിക്കുക, അസുഖം വരാതെ നോക്കുക. അപ്പോൾ ഇന്നൊരു ഡേ, നല്ലൊരു ഡേ, മോസ്റ്റ് മെമ്മറബിൾ ഡേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.